ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കണം. പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹസീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. ആ പെൺകുട്ടി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യവും കൂടിയാണ്. ആ പെൺകുട്ടിക്ക് സംഭവിച്ചതല്ല, നമ്മുടെ നാട്ടിൽ ഒത്തിരി പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി കല്യാണം കഴിച്ചു. അതിൽ 3 മക്കളുണ്ട്. ഭർത്താവ് ഗൾഫിലാണ്. അങ്ങനെ നല്ല സന്തോഷമായിട്ട് കുടുംബത്തിൽ ജീവിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ പഠിക്കാൻ പോകും. അപ്പോൾ കസീനയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കണം. പിന്നെ ബോറടിക്കുന്നു വെച്ചാൽ മക്കളൊക്കെ പോയി കഴിഞ്ഞാൽ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. അപ്പം നമ്മുടെ ഹസീനയ്ക്ക് എന്തെങ്കിലും തൊഴിൽ പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് പറഞ്ഞു, നീ പോയി എന്തെങ്കിലും തൊഴിൽ പഠിച്ചു. അങ്ങനെ ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഹസീന പോയി. അവിടെ വെച്ച് ഹസീന ഒരാളെ പരിചയപ്പെടുന്നു. ആദിൽ എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെടുന്നു. ഹസീനയ്ക്ക് 34 വയസ്സുണ്ട്. ആദിൽ എന്ന് പറയുന്ന പയ്യൻ 29 വയസ്സുമാണ്. അങ്ങനെ അവർ പരിചയപ്പെട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആദിൽ കല്യാണം കഴിച്ചാണ്, ഭാര്യയെ ഉപേക്ഷിച്ചു, ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഹസീനെ എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവൾ കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പം ഹസീനയും ഈ പയ്യനുമായിട്ട് ആദിലുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഫോൺ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഹസീനെ വിളിച്ചിട്ട് പറയും, നീ ആഹാരം കഴിച്ചോ ഹസീന, ചോറ് കഴിച്ചോ, കുഞ്ഞുങ്ങളെ വിളിച്ചോ, കുഞ്ഞുങ്ങളെന്തിയേ, സുഖമാണോ, എങ്ങനെയുണ്ട് മുത്തേ, ചക്കര പഞ്ചാര എന്നൊക്കെ ഈ ഹസീനെ വിളിക്കുമ്പോൾ ഹസീനയ്ക്ക് തോന്നി എന്തിനാണ് ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവ്, അദ്ദേഹത്തിന് ഇത്രയും സ്നേഹമില്ല. അങ്ങേര് ഫോൺ വിളിച്ചിട്ട് ഹസീന സുഖമാണോ, എല്ലാം കഴിച്ചോ, കുഞ്ഞുങ്ങളെന്തി എന്നൊക്കെ ചോദിക്കുള്ളൂ എന്നാണ് ഹസീനയുടെ മനസ്സിൽ. ഈ പെൺകുട്ടികൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമുക്ക് വേണ്ടിയാണ് നമ്മുടെ ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. അദ്ദേഹം രാവിലെ എണീച്ച് പോയി ജോലി ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഭാര്യയോട് സംസാരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ കാണും. അപ്പോൾ അച്ഛൻ്റെ സംസാരിക്കും. കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് ഫോൺ ഇനി താന്ന് പറഞ്ഞ് അമ്മേരെ നിന്ന് പിടിച്ചു വാങ്ങി മക്കളോടൊക്കെ സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വേവിക്കാനുള്ള സമയമാവും. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ എന്തെങ്കിലും വെക്കട്ടെ, ആഹാരമൊക്കെ വെച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് വിചാരിക്കും. അദ്ദേഹം ആഹാരമൊക്കെ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞ്, ഇനി അവൾ ഉറങ്ങിക്കാണും, ഇനി അവളെ ബുദ്ധിമുട്ടിക്കണ്ട, അവളും കുഞ്ഞുങ്ങളും കിടക്കട്ടെ എന്ന് ഭർത്താവ് വിചാരിക്കും. അല്ലാതെ നമ്മളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യയും അവിടെ നല്ലതുപോലെ ജീവിക്കട്ടെ, ഞാൻ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാൻ ഇവിടെ കിടന്ന് കുപ്പൂസ് കഴിച്ച് ജീവിച്ചാലും വേണ്ടില്ല, എൻ്റെ മക്കൾ ഒരു ബുദ്ധിമുട്ടും അറിയരുത്, എൻ്റെ ഭാര്യ അറിയരുത് എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്ന ഭർത്താവാണ്. അപ്പം ആ ഭർത്താവിനെ നമ്മൾ ദൈവത്തെ പോലെ കാണണം. അത് കാണാതെ വേറൊരുത്തം വന്ന് ചക്കരയെ മുത്തേ എന്ന് വിളിക്കുമ്പോൾ അവന്മാരെ കൂടെ പോയാൽ നമ്മുടെ ജീവിതം അവസാനം അധോഗതിയാവും. നമ്മൾ കടലിൽ ചാടിയിട്ട് തിരിച്ച് നമുക്ക് കരകയറാൻ പറ്റില്ല. അത് നിങ്ങൾ ചിന്തിക്കുക. ഈ വരുന്നവന്മാർ മുത്തേ ചക്കര എന്നൊക്കെ വിളിക്കുക. അവൻ്റെയൊക്കെ കാര്യം കഴിയുമ്പോൾ അവന്മാരെടുത്ത് നമ്മൾ ചവിട്ടി പുറത്ത് കളയും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ട് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. നമ്മൾ ദൈവം ശിക്ഷിക്കും. ദൈവം ശിക്ഷിക്കും എന്ന് വെച്ചാൽ അത്രയ്ക്ക് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവാണ്. നമുക്ക് നാട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാം നമ്മൾ അടുത്താണ്. അന്യനാട്ടിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ അടുത്ത് മക്കളില്ല, ഭാര്യയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. അത് നമ്മൾ ഓരോ സ്ത്രീകളും ആലോചിക്കണം. അവിടെ നിന്ന് ശമ്പളം കിട്ടുമ്പോൾ നമുക്ക് അയച്ചു തരും. നമ്മളത് മേടിച്ച് നല്ല നല്ല ആഹാരങ്ങളൊക്കെ വെച്ച് മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയും. ആ മനുഷ്യൻ അവിടെ എന്ത് കുടിക്കുന്നോ തിന്നുന്നോ എന്ന് നിങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ മനുഷ്യനെ വഞ്ചിച്ചിട്ട് നിങ്ങൾ വേറൊരുത്തൻ്റെ കൂടെ പോയാൽ നിങ്ങളുടെ ജീവിത അവസാനം അധോഗതി, ദൈവം പോലും കാണില്ല നിങ്ങളെ കൂടെ. ആ സമയത്ത് നിങ്ങളുടെ ആരും എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളപ്പോൾ ആലോചിക്കുന്ന എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ പോകും, ഞാനിപ്പം അവൻ്റെ കൂടെ പോയി അടിപൊളിയായിട്ട് അങ്ങ് ജീവിക്കും എന്നാണ് ചില സ്ത്രീകൾ വിചാരിക്കുന്നത്. എനിക്കറിയാവുന്നതാണ്, ഭർത്താവ് ഗൾഫിലാണ്, മക്കളും ഉണ്ട്. ഭർത്താവ് എന്നും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും, ഭയങ്കര സ്നേഹം. ഭർത്താവിന് ഭാര്യ ഒരു സംശയമില്ല. ഭർത്താവ് വിചാരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്, ഭാര്യയ്ക്ക് വേറൊരുത്തനുമായിട്ട് കമ്പനി. അപ്പോൾ ഭർത്താവ് 2-3 വർഷം കഴിയുമ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിൽ വരെയാണ്. അപ്പോൾ പറഞ്ഞ്, ഞാൻ നാളെ നാട്ടിൽ വരും, നീ കുഞ്ഞുങ്ങളുമായിട്ട് എയർപോർട്ടിൽ വരണമെന്ന് പറഞ്ഞു. ഭാര്യ എന്തെങ്കിലും ഒരു വണ്ടി വിളിച്ച് കുഞ്ഞുങ്ങളെയും കയറ്റി ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് എയർപോർട്ടിൽ വിട്ടു. അപ്പം ഭർത്താവ് അവിടെ ഇറങ്ങിയപ്പോൾ ഭാര്യയെയും മക്കളെയും കാണാൻ സന്തോഷത്തിൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സന്തോഷത്തിൽ വരുന്നു. അപ്പോൾ ഭാര്യ എന്തി, അമ്മ എന്തി, അത് അമ്മ വന്നില്ല, ഞങ്ങളുടെ അടുത്ത് പോയിട്ട് വരാൻ പറഞ്ഞു, അമ്മ വീട്ടിലുണ്ട്, പാവം, ഇനി എന്തെങ്കിലും വയ്യാത്തതുകൊണ്ടായിരിക്കുമെന്ന് ഭർത്താവ് വിചാരിച്ചു. കാറിൽ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ ആൾ കൂടിയിരിക്കുന്നു, ഭാര്യയില്ല. ഭാര്യ കാമുകനെ ഒളിച്ചോടി. എങ്ങനെയുണ്ട് ആ മനുഷ്യൻ്റെ മനസ്സൊന്ന് നോക്കുക. ആ മനുഷ്യൻ തകർന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകണം, എന്തിനവൾ എന്നോട് ഇത് ചെയ്തു. അതുവരെ ആ മനുഷ്യൻ പണം അയച്ചു കൊടുത്ത് തിന്നുകൊണ്ടിരുന്നവളാണ്. അപ്പം ഇങ്ങനെയുള്ളവൾമാരൊന്നും രക്ഷപ്പെടില്ല. സത്യമാണ്, ഇങ്ങനെയുള്ള ഒരു സ്ത്രീകളും രക്ഷപ്പെടില്ല. പോയാൽ അവസാനം നിങ്ങൾക്ക് മരണം ആണ്. മക്കൾ പോലും നിങ്ങൾ പുഴുത്ത് കിടന്നാൽ വന്ന് നോക്കില്ല. ഇപ്പോൾ ഒത്തിരി ആമ്പിള്ളേർക്ക് പറ്റുന്നൊരു ഇതാണ്. അത് നല്ല പയ്യന്മാർക്ക്, സത്യമാണ്, നല്ല പയ്യന്മാർക്ക്, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്ന പയ്യന്മാർക്ക് പറ്റുന്നതാണ്. ഇത് കണ്ട് ഒത്തിരി വിഷമം തോന്നി. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ സ്ത്രീകൾ എങ്ങോട്ടാണ്? എന്നും ഭർത്താവിന് നമ്മളെ കൊഞ്ചിക്കാനും ഓമനിക്കാനും ഒന്നും പറ്റില്ല. നമ്മളോട് സ്നേഹം, കുടുംബത്തോട് നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. പക്ഷേ അത് അവർക്ക് പറ്റില്ല. അവർ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ കൊഞ്ചിക്കുന്നതും കിന്നിരിക്കുന്നതൊന്നും ഒക്കൂല. അതിനുള്ള സമയം അവർക്ക് കിട്ടില്ല. അതാണ്, അല്ല നമ്മളോട് സ്നേഹമില്ലാത്തതല്ല. ഇനിയെങ്കിലും
ഇങ്ങനെ പോകുന്ന സ്ത്രീകൾ ആലോചിക്കുക. ഒന്നും കൂടി പോവാൻ തീരുമാനിക്കുമ്പോൾ ഒരു 3-4 വട്ടമെങ്കിലും നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ചെന്ന് ചാടുന്നത് വലിയ ആഴത്തിലാണ്, അവിടെ നിന്ന് എനിക്ക് കരകയറാൻ പറ്റില്ല, തിരിച്ചെനിക്ക് ഇവരുടെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് മരണം തിരഞ്ഞെടുക്കേണ്ടി വരും. നിങ്ങളെ ശവം പോലും മേടിക്കാൻ ആരും വന്നെന്ന് വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, പല അവന്മാരും നമ്മുടെ പിറക്ക വരും, ചക്കര വാക്കുകൾ പറയും, അവന്മാരെ കാര്യം കാണാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന്മാരെടുത്ത് ദൂരെ എറിയും. അത് നിങ്ങൾ ചിന്തിക്കുക. നമുക്കൊരു കുടുംബം, കുട്ടികൾ, ഭർത്താവ്, അമ്മ, അച്ഛൻ ഉള്ളൊരു ലോകമാണ് ഏറ്റവും നല്ലത്. അത് നിങ്ങൾ ചിന്തിക്കുക. ആ ലോകത്തിനൊരു സൗന്ദര്യമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ചെറിയ ചെറിയ ഇണക്കവും പിണക്കവും ജീവിതത്തിലുണ്ടാകും. അതെല്ലാ ജീവിതത്തിലും ഉള്ളതാണ്. അത് നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം വലിയൊരു പൂന്തോട്ടം എന്ന് തന്നെ പറയാം. മനോഹരമായൊരു പൂന്തോട്ടമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അത് കുറച്ച് ചിന്തിക്കുക. നമ്മൾ ആരോട്, നമ്മുടെ വിഷമങ്ങളൊക്കെ നമുക്ക് മാറും. പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. ആ വിഷമം മാറ്റാൻ വേറൊരുത്തൻ്റെ കൂടെ പോകുന്നത് ഒരിക്കലും പരിഹാരമല്ല. നിങ്ങളൊന്നും കൂടി ചിന്തിക്കുക. ഭർത്താവ്, കുഞ്ഞ്, കുട്ടികൾ, അവരെ കളഞ്ഞിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ പോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.